Good morning. Be back to the class. നിങ്ങൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നമ്പർ എനിക്കൊരു 2-3-4-5 പേര് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14, ക്വസ്റ്റ്യൻ നമ്പർ 20 ഇത് രണ്ടും ചെയ്യാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 15 നിങ്ങൾക്ക് കിട്ടി. 15ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 15 കിട്ടിയോ എന്നുള്ളത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 കൂടി ചെയ്തു തരാം. 14ഉം 20ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത്. ക്ലിയർ? അതിൽ ഇനി അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കാരണം ആ പ്രോബ്ലം നോർമൽ പ്രോബ്ലം അല്ല, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ടഫ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ട് ഇറ്റ് ബിക്കംസ് എ നോർമൽ തിങ്. അത്രയേ ഉള്ളൂ. സോ ലെറ്റ് us ഡിസ്കസ് ദ പ്രോബ്ലം നൗ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. അതിലൊരു സംശയം വരാൻ പാടില്ല. XYZ Limited is currently earning rupees 1 lakh and 1 ലക്ഷമാണ് currently earn ചെയ്യണത്. And its share is selling at a market price of rupees 80. Earnings are given in the question. Market price is given in the question. Firm has 10,000 shares outstanding and has no debt. ഒരു ഡെപ്റ്റും ഇല്ല. The earnings of the firm are expected to remain stable and it has a payout ratio of 100%. 100% payout ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? സോ പല രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യും. ഇവിടെ നമുക്ക് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. അതായത് ഡെപ്റ്റ് ഇല്ല ഓർഗനൈസേഷനിൽ, നോ ഡെപ്റ്റ്. അപ്പോൾ ഡെപ്റ്റ് ഓർഗനൈസേഷനിൽ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. KE ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യു ആർ ആസ്ക്ഡ് ടു ഡു ദ KE. ആദ്യത്തെ പാർട്ട് മാത്രം നോക്കൂ. ഏർണിങ്സ് 1 lakh ആണ്. റൈറ്റ്? ഏർണിങ്സ് ഇസ് 1 lakh ആൻഡ് 10,000 ഷെയർസ് ആർ ദേർ. 10,000 ഷെയർസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ EPS? EPS is 10 rupees. 10 രൂപയാണ് EPS. Is it clear for you? 10 രൂപയാണ് EPS. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 1 ലക്ഷം രൂപയാണ് ഏർണിങ്സ്, 10,000 ആണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. സോ EPS is 10 rupees. ആൻഡ് ഒരു സെൻറ്റൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ദ ഏർണിങ്സ് ഓഫ് ദ ഫേം ആർ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ സ്റ്റേബിൾ ആൻഡ് ഇറ്റ് ഹാസ് എ പേ ഔട്ട് റേഷ്യോ ഓഫ് 100%. 100% പേ ഔട്ടാണ്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? 100% പേ ഔട്ടാന്ന് പറഞ്ഞാൽ EPSൻ്റെ മുഴുവൻ എമൗണ്ടും പേ ഔട്ടാണ്. ദാറ്റ് മീൻസ് 10 രൂപ തന്നെയാണ് ഡിവിഡൻറ്റും. ഡിവിഡൻറ്റ് ഇസ് ഓൾസോ 10 രൂപ. ഈസ് ഇറ്റ് റൈറ്റ് ഫോർ യു? കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 10 രൂപ തന്നെയാണ് ഡിവിഡൻറ്റ്. ആദ്യത്തെ പാർട്ട് ഓക്കെയാണ്. ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫോർമുല വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. യു ക്യാൻ ഗോ ഫോർ എനി ഫോർമുല. EPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ഓർ ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. രണ്ടും ചെയ്യാം. രണ്ടും ഒരേ രീതിയിൽ തന്നെ ചെയ്യണത്. EPSും 10 രൂപയാണ്, ഡിവിഡൻറ്റും 10 രൂപയാണ്. ക്ലിയർ? പേ ഔട്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഈ 2 ഫോർമുല വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ക്ലിയർ? രണ്ടിനും എമൗണ്ടിന് മാറ്റമില്ല. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ പെർട്ടിക്കുലേഴ്സ് തരാത്ത കേസിലാണ് EPS വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യനിൽ പറയണം ഏർണിങ്സ് ഇസ് ദ ക്രൈറ്റീരിയ എന്നുള്ളത്. അപ്പോഴാണ് EPS വർക്കൗട്ട് ചെയ്യുക. ഡിവിഡൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പെർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലിയർ? സോ ഇവിടെ ഈ 2 ഫോർമുലയിൽ വർക്കൗട്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താ? 10 രൂപയാണ് രണ്ടും. അതുകൊണ്ടാണ് കാരണം. ക്ലിയർ? നമുക്ക് ഫോർമുല 10 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ? 80 into 100. It comes to എത്ര രൂപയാണ് വരുന്നത്? It comes to 12.5%, which is the KE for the first part of answer.
ഫസ്റ്റ് പാർട്ടിൻ്റെ കെ ഇ ആണ് അത് തന്നിട്ടുള്ളത്. Is it clear for you? ഇനി let us come to the second part where we need to check out with the question one more time. ഒരിക്കൽ കൂടിയ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. If the firm's payout ratio is assumed to be 60%, I repeat, ഇവിടെ രണ്ടാമത്തെ പാർട്ടിൽ പേ ഔട്ട് റേഷ്യോ 100% അല്ല 60%, and that it earns 15% rate of return on its investment opportunity. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടുന്ന റേറ്റ് 15%. Then what would be the firm's cost of equity? നിങ്ങൾ എന്താ അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചതെന്നും എനിക്കറിയില്ല. ലെറ്റ് മീ ക്ലിയർ ഔട്ട് ദ ക്വസ്റ്റ്യൻ വൺ മോർ ടൈം. ഞാൻ ഒന്നും കൂടി താഴ്ത്തേക്ക് വരാം. ഐ വിൽ ടെൽ യു, അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ പാർട്ട് വായിച്ചിട്ടാണെങ്കിലും ഐ വിൽ ടെൽ യു ഹൗ ടു ഡു ദിസ് പ്രോബ്ലം. ക്ലിയർ? ക്വസ്റ്റ്യനും കൂടി കണ്ടോട്ടെ, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ക്ലാരിറ്റി. So let me do the problem. If the firm's payout ratio is assumed to be 60%, payout ratio, അതായത് നമ്മൾ പറഞ്ഞു 10 രൂപയാണ് എന്ത് EPS. ഈ EPSൽ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യണത് എന്ത് എത്രയാണ് പേ ഔട്ട് ചെയ്യേണ്ടത്, എത്രയാണ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ കേസിൽ എത്രയായിരുന്നു? 100% പേ ഔട്ട് ആയിരുന്നു. സോ വാട്ട് വിൽ ബി ദ റീറ്റെൻഷൻ? റീറ്റെൻഷൻ വിൽ ബി 0. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് പറയണത്? സെക്കൻഡ് കേസിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ 60% പേ ഔട്ട്. അതായത് 10 രൂപയുടെ 60%. ദാറ്റ് ഈസ് 6 രൂപ, ₹6. So what will be the retention ratio? Retention ratio will be 40%. Clear ആണോ? EPSൽ നിന്നാണ് പേ ഔട്ട് റേഷ്യോയും റീറ്റെൻഷൻ റേഷ്യോയും തീരുമാനിക്കുന്നത്. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡ്. EPSൽ നിന്ന് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് പറയുന്നത്. EPSൽ നിന്ന് എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹോൾഡ് ചെയ്യണു വെച്ചാൽ അതിനെയാണ് നമ്മൾ റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത്. EPSൻ്റെ 100% പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ EPS കിട്ടണമെന്ന് വെച്ചാൽ അത് തന്നെയാണ് ഡിവിഡൻറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിവിഡൻറ്റായിട്ട് നമുക്ക് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. EPSൻ്റെ ഫോർമുല എന്നുള്ളത് മിഥ്യാധാരണയാണ്. ഇഫ് ഡിവിഡൻഡ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ യു ആർ ആസ്ക്ഡ് ടു ഡു ദ പ്രോബ്ലം യൂസിങ് ഡിവിഡൻഡ്. ക്ലിയർ? ആൻഡ് 60%, രണ്ടാമത്തെ കേസിൽ പറയേണ്ടത് 60% പേ ഔട്ട്. അതിൻ്റെ അർത്ഥം എന്താ? 10 രൂപ EPSൽ നിന്ന് 60% പേ ഔട്ട്. ദാറ്റ് മീൻസ് 6 രൂപ പേ ഔട്ടാണ്. എത്ര രൂപയാണ് അപ്പോൾ ഡിവിഡൻറ്റ്? 6 രൂപയാണ് ഡിവിഡൻറ്റ്, 40% റീറ്റെയിൻ ചെയ്യണത്. ക്ലിയർ അല്ലേ? ശരിക്കും നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടി നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പെട്ടെന്ന് റെക്കോർഡിംഗ് നിന്നുപോയോ എന്നൊരു സംശയം തോന്നി, അത് കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. അപ്പം നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഇൻഫർമേഷനും കൂടി നമ്മൾ ക്ലാരിഫൈ ചെയ്യട്ടെ, എന്നിട്ടാണ് ബാക്കി പാർട്ടും കൂടി വായിച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ റീറ്റെയിൻ ഏർണിങ്സ് എത്രയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ഫോർമുല ഡിവിഡൻഡ് വെച്ചിട്ടുള്ള ഫോർമുല തന്നെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് ₹6. 6 രൂപയാണ് ഡിവിഡൻഡ്. രണ്ടാമത്തെ കേസിൽ കിട്ടിയോ? കിട്ടി. ഇനി ഒരു ഇൻഫർമേഷനും കൂടി പറയുന്നുണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയണത് അല്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 15% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കണ്ടല്ലോ ഒരു 40% എമൗണ്ട്. ആ 40% എമൗണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ
ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് എത്ര പെർസെൻറ്റേജ്? 15%. ക്ലിയർ? അപ്പോൾ ആ 15% നമുക്ക് കിട്ടണോണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഗ്രോത്ത് ഈ 15% ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ 15% ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്ത് പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് തെറ്റാണ്. ശരിക്കും എത്രയാണ് റീറ്റെയിൻ ഏർണിങ്സ്? ആ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ 15% റിട്ടേൺ കിട്ടുന്നത്. അതുകൊണ്ട് 15% ഗ്രോത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ 15% തന്നിട്ട് റീറ്റെയിൻ ഏർണിങ്സ് 40% ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പം എത്രയാണ് നമ്മളുടെ ഗ്രോത്ത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? എത്രയാണ് നമ്മളുടെ ഗ്രോത്ത് കിട്ടുന്നത് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ഗ്രോത്തിനെ നമ്മൾ ഇപ്പം ഡിവിഡൻഡ് 6 രൂപയാണെന്ന് നമുക്കറിയാം. ഗ്രോത്ത് ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ. കാരണം ഇൻറ്റേർണൽ നമ്മൾ ഹോൾഡ് ചെയ്യണ എമൗണ്ട് ആ 40% റീറ്റെയിൻ ഏർണിങ്സ്, യു ആർ ഇൻവെസ്റ്റിംഗ് ഇറ്റ് സംവെയർ ആൻഡ് യുവർ കമ്പനി ഈസ് ഏർണിംഗ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 15% ഓൺ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ദർ ഇസ് സം ഗ്രോത്ത് ഫോർ ദ കൺസേൺ ഓർഗനൈസേഷൻ. അതൊരു ഹിഡൻ ഇൻഫർമേഷൻ ആണ്. സോ ലെറ്റ് us see what is the growth. ഗ്രോത്ത് എത്രയെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. 40% ആണ് റീറ്റെയിൻ ഏർണിങ്സ്. 40 rupees എന്നുള്ളത് അസ്യൂം ചെയ്യും. 40 റീറ്റെയിൻ ഏർണിങ്സ്. 40ൻ്റെ 15% ഗ്രോത്ത്. ക്ലിയർ? സോ ദാറ്റ് മീൻസ് എത്ര പെർസെൻറ്റേജാണ് ഗ്രോത്ത്? 6% ഗ്രോത്ത് കിട്ടണത്. ഗ്രോത്ത് ഇസ് 6%. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അതായത് 40 നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കണത്. റീറ്റെയിൻ ചെയ്യണത് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പാൻഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ബാക്കി വെക്കണത്. അപ്പോൾ ഈ എമൗണ്ടാണ് നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യണത്. അതിൻ്റെ 15% ഗ്രോത്ത്. ക്ലിയർ? അപ്പോൾ 6 രൂപയാണ് നമ്മൾ 6% ഗ്രോത്തായിട്ട് നമുക്ക് കിട്ടണത്. 40യുടെ 15%. 60% പേ ഔട്ട്, 40% ഹോൾഡ് ബാക്ക് ചെയ്യണം. അപ്പം 40ൻ്റെ 15% ഇറ്റ് കംസ് ടു 6%. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാണ്. രണ്ടാമത്തെ പാർട്ടിൻ്റെ പ്രോബ്ലം. ആ രണ്ടാമത്തെ പാർട്ടിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണം. ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും ശ്രദ്ധിക്കൂ. ഫോർമുല അപ്ലൈ ചെയ്യാണ്. KE = നമ്മുടെ ഫോർമുല മാറി. ഡി എന്ന് പറയുന്നത് 6 D1 തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രോത്ത് റേറ്റ് കൂട്ടണ്ട. ഡിവൈഡഡ് ബൈ MP പ്ലസ് G. ക്ലിയർ? D1 എത്രയാണ്? 6 രൂപയാണ് D1 ഡിവൈഡഡ് ബൈ MPക്ക് ചേഞ്ച് ഒന്നുമില്ല, 80 രൂപയാണ്. പ്ലസ് 0.06 അല്ലേ, 6% ഇൻറ്റു 100 100 മൾട്ടിപ്ലൈ ചെയ്യാം. ദ ആൻസർ വാട്ട് യു ഗെറ്റ് ഇസ് 13.5%. 13.5% ആൻസർ. Is it clear for you this question? See the question today itself and please do tell me the answer tomorrow whether you are getting it or not. Clear അല്ലേ? അതിൽ ആകെ കൺഫ്യൂഷൻ അല്ല, നിങ്ങൾ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്. പേ ഔട്ട് റേഷ്യോ ഇസ് അസ്യൂം ടു ബി 60%. പേ ഔട്ട് റേഷ്യോ 60% എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കേസിൽ 10 രൂപ EPSൽ നിന്ന് 60% ആവും പേ ഔട്ട്. 6 രൂപയാണ് ഡിവിഡൻറ്റ് വരിക. ഹോൾഡ് ചെയ്യണ 40%ത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പ്രോബ്ലത്തിൽ. ഹോൾഡ് ചെയ്യണ 40%ത്തിൻ്റെ 15% എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണത്. അപ്പോൾ 40ൻ്റെ 15% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണത്.
അപ്പോൾ അതിനെ 15 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം പ്രപ്പോർഷനും കൂടി കൺസിഡർ ചെയ്യണം. 40യുടെ 15% കിട്ടണല്ലോ. അപ്പോൾ 40 × 15%, 100ന്റെ 15% ആയിരുന്നു വെച്ചാൽ 15 ഗ്രോത്ത് എന്ന് പറയാൻ പറ്റും. 40യുടെ 15% ഉള്ളൂ വെച്ചാൽ 40 × 15%, 6% ഗ്രോത്ത്. സോ അവിടെ ഗ്രോത്ത് എന്ന് പറഞ്ഞ സാധനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഗ്രോത്ത് ഹാസ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ആ ഗ്രോത്തും കൂടി കൺസിഡർ ചെയ്തിട്ട് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ MP + G × 100 എന്നുള്ള ഫോർമുല വെച്ച് വർക്കൗട്ട് ചെയ്യണം KE. സോ ദ KE ചേഞ്ചസ് ടു 13.5. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ ആണെന്ന് വിചാരിക്കണു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, ടേക്ക് കെയർ.